ഹായ്, ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കമാൻഡറിൻ്റെ സ്ലിം ഹൈഡ് PDF ഫ്ലഷ് ടാങ്കും ഒരു വാൾ ഹാങ് ക്ലോസറ്റും എങ്ങനെ സെറ്റാക്കാമെന്നാണ്. ആദ്യം ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഇതാണ് അതിൻ്റെ ഔട്ട്ലെറ്റ്. സാധാ ഫ്ലഷ് ടാങ്ക് പോലെ ഇതിന് ബെൻഡ് വരില്ല, ഇതുപോലത്തെ എസ് ബെൻഡാണ് ഉണ്ടാവുക. അതിൻ്റെ ഫ്ലോട്ട് വാൾവിൻ്റെ ബോളാണ് ഇത്. സൈഫോൺ സെറ്റാണ്. ഇതാണ് എൻ്റെ ഫ്ലഷ് ബട്ടൺ. ഡുവൽ ഫ്ലഷ് ആണ്. ഈ രണ്ട് ഇതിലാണ് ഫ്ലഷ് ടാങ്കിൻ്റെ ഓസ് കണക്ട് ചെയ്യേണ്ടത്. ഇതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് ടാങ്കിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഓരോ പ്രാവശ്യം ഓരോ ഗിഫ്റ്റ് ആയിരിക്കും. ഇനി രണ്ട് ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റിലാണ് ടാങ്ക് ഫിക്സ് ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ ഫ്ലോട്ട് വാൾവ്. ഈ വാൾവിലാണ് വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ പോയിൻറ്റിനനുസരിച്ച് റൈറ്റും ലെഫ്റ്റും മാറ്റി ഫിറ്റ് ചെയ്യാം. റൈറ്റ് സൈഡിലാണ് നിങ്ങളുടെ വെള്ളത്തിൻ്റെ പോയിൻ്റ് ഇട്ടുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ വെക്കാം, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് മാറ്റാം. ആ ചുവന്ന വൃത്തത്തിൽ കാണിച്ചതിലാണ് വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. വാട്ടർ ലെവൽ കൂട്ടുക കുറയ്ക്കുക അത് തിരിക്കുന്നതനുസരിച്ചിട്ടാണ് ചെയ്യുക. ഈ സൈഫോൺ സെറ്റ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. ഈ രണ്ട് ഇതിലേക്കാണ് ഫ്ലഷ് ടാങ്കിൻ്റെ ഓസ് കണക്ട് ചെയ്യേണ്ടത്. ഫ്ലഷ് ബട്ടണിൽ വരുന്ന ഓസ് ഫ്ലഷ് ടാങ്കിൽ ഈ രണ്ടെണ്ണത്തിന് കണക്ട് ചെയ്യണം. ഈ റബ്ബർ വാഷർ വരുന്ന ഹോൾസിലൂടെയാണ് ഓസ് അകത്തേക്ക് എടുക്കേണ്ടത്. സൈഫോൺ സെറ്റ് ചെയ്യുമ്പോൾ ഇതിലൊരു ആരോ മാർക്ക് കാണാം. ആ ആരോ മാർക്ക് കറക്റ്റ് ടാങ്കിൻ്റെ അകത്തുള്ള ഇതിലേക്ക് സോക്കറ്റിലേക്ക് കറക്റ്റ് ഇറക്കി വെക്കണം. അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ വാഷർ ടാങ്കിൻ്റെ അകത്താണ് ഇടേണ്ടത്. കൈകൊണ്ട് ടൈറ്റ് ചെയ്താൽ മതി, പൈപ്പ് റഞ്ച് ഒന്നും ഉപയോഗിക്കേണ്ടതായിട്ടില്ല. ഈ ബെൻഡ് ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. ഇനി 1.25 ഇഞ്ച് പൈപ്പിലേക്ക് സോക്കറ്റ് അടിച്ച് ഇത് കണക്ട് ചെയ്താൽ മതി. ആ 1.25 ഇഞ്ച് പൈപ്പാണ് ക്ലോസറ്റിലേക്ക് കണക്ട് ചെയ്യുക. ഇനി ഫ്ലഷ് ബട്ടൺ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം അതിൻ്റെ ഫ്രെയിം ഊരിയിട്ട് ഇത് ടൈൽസിൻ്റെ പണി എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ പ്ലംബിംഗ് എടുക്കുന്ന സമയത്ത് ഈ ബോക്സ് ഇതിൽ ഉറപ്പിച്ച് വെക്കണം. ബോക്സ് ഒരു ഫ്ലോറിൽ വരുന്ന ഒരു മീറ്റർ ഹൈറ്റിൽ പൊന്തിച്ച് വെച്ചാൽ മതി. താഴ്ന്നു പോയി കഴിഞ്ഞാൽ സീറ്റ് കവർ തുറക്കുമ്പോൾ ബട്ടൻ്റെ മേലെ തട്ടിപ്പോകും. ഈ രണ്ട് ഓസാണ് ഉണ്ടാകുക. വെള്ള ഓസ് വെള്ള കളറിലുള്ള ഇതിൽ സോക്കറ്റിലേക്കും ഗ്രീനിലും കണക്ട് ചെയ്യുക. ഇത് എയർ വഴിയാണ് ഫ്ലഷ് വർക്ക് ചെയ്യുന്നത്. ഇത് കണക്ട് ചെയ്തിട്ട്
സ്വിച്ച് ബോർഡിനൊക്കെ പ്ലേറ്റ് ഇടുന്ന പോലെ ഇതിൽ പ്രസ് ചെയ്താൽ മതി. ഡുവൽ ഫ്ലഷ് ആണ്, 2 ഇതിലാണ് വെള്ളം വരിക. ഇനി എങ്ങനെയാണ് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. 4 ഇഞ്ച് പൈപ്പാണ്. 4 ഇഞ്ച് പൈപ്പ് 2 ഇഞ്ച് പുറത്തേക്കിട്ട് കട്ട് ചെയ്താൽ മതി. ഇത് 4 ഇഞ്ചിൻ്റെ വാഷറാണ്. ഫ്ലോർ ലെവലിൽ നിന്നും 20 സെൻറ്റിമീറ്റർ പൊന്തിച്ചിട്ടാണ് 4 ഇഞ്ച് പൈപ്പ് സെറ്റാക്കിയത്. 4 ഇഞ്ച് പൈപ്പും 1.25 ഇഞ്ച് പൈപ്പും തമ്മിൽ 6 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വേണം. 1.25 ഇഞ്ചിൻ്റെ വാഷർ, 1.25 ഇഞ്ച് പൈപ്പാണ് ക്ലോസറ്റിലേക്ക് ഉപയോഗിക്കുന്നത്. അത് 1.25 ഇഞ്ച് പൈപ്പ് ഇതുപോലെ ക്ലോസറ്റിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് ക്ലോസറ്റ് 4 ഇഞ്ച് പൈപ്പിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം സ്പിരിറ്റ് ലെവൽ വെച്ച് ലെവൽ ശരിയാക്കുക. എന്നിട്ട് വേണം ബോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാൻ. ഇതിൽ ചെറിയ പെൻസിലോ പെയിൻറ്റോ എന്തെങ്കിലും ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഡ്രിൽ ചെയ്ത് ബോൾട്ട് ഉറപ്പിക്കുക. ടൈൽസിന് മുന്നേ തന്നെ ബോൾട്ട് ഉറപ്പിക്കണമെങ്കിൽ ആദ്യം ക്ലോസറ്റ് വാങ്ങി അളവൊക്കെ ശരിയാക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ബോൾട്ട് ഡ്രിൽ ടൈപ്പ് ബോൾട്ട് അടിച്ചാൽ മതി. ഡ്രില്ല് ചെയ്യുമ്പോൾ ആദ്യം പ്ലഗിന് കറക്റ്റ് ചെയ്താൽ മതി. പ്ലഗിനെക്കാട്ടി കൂടുതലാക്കി ഡ്രില്ലടിക്കേണ്ട. പ്ലഗിന് തലഭാഗം കുറച്ച് കൂർത്തിട്ടും സ്റ്റാർട്ടിങ് കുറച്ച് വണ്ണം കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനൊന്ന് തിരിച്ച് ലൂസാക്കി കൊടുത്തത്. വലിയ വിറ്റിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്ലഗ് ലൂസായി പോകും, പിന്നീട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് അല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് സൈഡാണ് ചെയ്യേണ്ടത്. ഞാൻ റൈറ്റ് സൈഡാണ് ചെയ്യുന്നത്, കാരണം നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ റൈറ്റ് ഹാൻഡ് ആകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇതുപോലെ തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ താഴത്തുനിന്ന് മേലേക്ക് പൊന്തിച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. മറ്റേ താഴേക്ക് താത്തി ടൈറ്റ് ചെയ്യാൻ പറ്റും, ആദ്യം ലെഫ്റ്റ് സൈഡും പിന്നീട് റൈറ്റ് സൈഡും ചെയ്യുകയാണെങ്കിൽ. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി ഈസിയാവും, അതുപോലെ തന്നെ അധ്വാനം കുറയും ചെയ്യും. ക്ലോസറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ വാഷറിൽ വേണമെങ്കിൽ ഗ്രീസ് ഉണ്ടെങ്കിൽ കുറച്ച് ഗ്രീസോ, ഗ്രീസ് ഇല്ലെങ്കിൽ ഒന്ന് വാഷർ നനച്ചാലും മതി, എന്നാൽ സ്മൂത്തായിട്ട് കയറി കിട്ടും. ആദ്യം ഇതുപോലുള്ള റബ്ബർ ബുഷ് ഉണ്ടാവും, അതാണ് ആദ്യം കയറ്റേണ്ടത്. പിന്നെ പ്ലേറ്റ് വാഷർ, അതിനുശേഷം നട്ടിട്ട് ടൈറ്റ് ചെയ്യുക. എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ക്യാപ്പ് ഇടേണ്ടത്. റബ്ബർ ബുഷ് ഇടാൻ മറന്നു പോകരുത്. റബ്ബർ ബുഷിൻ്റെ മേലാണ് ഇത് സീറ്റിംഗ് ആയി നിൽക്കുക, അല്ലെങ്കിൽ ക്ലോസറ്റ് പൊട്ടാൻ സാധ്യതയുണ്ട്.
അത് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് സീറ്റ് കവർ സെറ്റ് ആക്കുന്നത് നോക്കാം. ഓരോ സീറ്റ് കവറും ഓരോ മോഡലായിരിക്കും. എൻ്റെ കയ്യിലുള്ളത് ഇതുപോലത്തെ മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണെങ്കിൽ ഇതുപോലുള്ളതാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാകും. ഈ ഹോൾസിലേക്കാണ് ആ കാല് കയറേണ്ടത്. അപ്പോൾ ആദ്യം ആ ഹോൾസിന് നേരാക്കി വെച്ചതിന് ശേഷം വേണം ടൈറ്റ് ചെയ്യാൻ. ഈ സീറ്റ് ഊരണമെങ്കിൽ ഈ ബട്ടൺ നെക്കിയിട്ടാണ് സീറ്റ് ഊരിയെടുക്കേണ്ടത്. ഈ ഫ്ലാഞ്ച് ഇടണം. ഫ്ലാഞ്ച് സീറ്റ് കവർ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഫ്ലാഞ്ച് അതിൻ്റെ മേലെ സെറ്റാക്കണം. ഫ്ലാഞ്ചിൻ്റെ മേലെയുള്ള ഒരു സ്റ്റിക്കർ കോട്ടിംഗ് ഉണ്ടാവും, അത് പറിച്ച് ഒഴിവാക്കണം. ഫ്ലഷ് ടാങ്ക് പുറത്ത് സാധാരണ ഫ്ലഷ് ടാങ്ക് ഫിറ്റ് ചെയ്യുന്നത് പോലെ ഫ്ലഷ് ടാങ്ക് പുറത്ത് ഫിറ്റ് ചെയ്യുക. നമ്മൾ ഔട്ട്ലെറ്റ് ഇട്ട 1.25 ഇഞ്ച് പൈപ്പ് സോക്കറ്റ് അടിച്ചിട്ട് ക്ലോസറ്റിലേക്കുള്ള ഇൻലെറ്റിലേക്ക് ബെൻഡോ എൽബോ ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.